നമസ്തേ. നമ്മൾ ടിൻ ഫ്ലെയിം ജേണിയിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ പെയിനിനെ സറണ്ടർ ചെയ്യുക ഡിവൈനിലേക്ക്. നമ്മളെല്ലാവരും സെപ്പറേഷൻ പെയിനിൽ എത്തുമ്പോഴാണ് അറിയുക നമ്മൾ ടിൻ ഫ്ലെയിം ജേണിയിലാണെന്ന് അറിയുക. എല്ലാ ബബിൾ ഫസ്റ്റ് സ്റ്റേജിലൊന്നും നമ്മൾക്ക് അറിവുണ്ടാവില്ല. നമ്മൾക്ക് ആ സോൾ പെയിൻ അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാവുക ഇത് ടിൻ ഫ്ലെയിം ജേണിയിലാണെന്ന്. അപ്പോൾ നമുക്ക് അതിനുള്ള നോളജ് തരും, നമ്മൾക്ക് ഗൈഡൻസ് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളുടെ ആ സോൾ പെയിനിനെ ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുകയാണ്. പിന്നെ ചെയ്യേണ്ടത് സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ ഉറങ്ങുക, നമ്മളുടെ ഫിസിക്കൽ ബോഡി ശ്രദ്ധിക്കുക. കാരണം നമ്മളെല്ലാവരും ഈ ടിൻ ഫ്ലെയിം ജേണിയിലുള്ളവർ DM ആവട്ടെ DF ആവട്ടെ എല്ലാവരും നമ്മളുടെ കാര്യങ്ങൾ നോക്കുന്നവരായിരിക്കില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും. നമ്മളുടെ കാര്യങ്ങളൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവിടെ ഇടും. അതുകൊണ്ടാണ് നമ്മളുടെ DM നമ്മൾക്ക് ഇമ്പോർട്ടൻസ് തരാതെ വേറൊരാളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം സെൽഫ് ലവ് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം. നമ്മളുടെ TFനെ ലെറ്റ് ഗോ ചെയ്യണം. പിന്നെ നമ്മൾ സെൽഫ് ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മളുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വല്ല പഠിക്കാനുണ്ടെങ്കിൽ കോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ജോബിൽ ശ്രദ്ധിക്കുന്നവരത് ചെയ്യുക, ബിസിനസ് ചെയ്യുന്നവരത് ചെയ്യുക. അല്ലാതെ നമ്മൾ ഇതന്നെ ഓർത്ത് സോൾ പെയിനിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ DM അങ്ങോട്ട് റൺ ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ സിങ്ക്രോണിസിറ്റീസ്, പിന്നെ ഡ്രീംസ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. സയൻസൊക്കെ കാണിക്കും, നമ്പേഴ്സ് കാണിക്കും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അത് ഒബ്സസ് ആവരുത്. അത് ശ്രദ്ധിച്ചിട്ട് അത് ഡീകോഡ് ചെയ്തിട്ട് നമ്മൾ ന്യൂട്രലായിട്ട് നിൽക്കണം. എന്താണ് മെസ്സേജ്? നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് ഉണ്ടാവും, ഡിവൈൻ മെസ്സേജസ് ഉണ്ടാവും. അതിനാണ് ഈ സയൻസും നമ്പേഴ്സും ഒക്കെ കാണിക്കുന്നത്. അതൊക്കെ നമ്മൾ ഡീകോഡ് ചെയ്ത് ശ്രദ്ധിച്ചിട്ട് അതുപോലെ മൂവ് ചെയ്യാനാണ്, അല്ലാതെ ഒബ്സസ് ആയിട്ട് അതന്നെ നോക്കി ഇരിക്കരുത്. ഓക്കെ, പിന്നെ നമ്മൾ വരുത്തേണ്ടത് ഇന്നർ ബാലൻസ് ആണ്. എങ്ങനെയാണ് ഇന്നർ ബാലൻസ് എന്നറിയുമ്പം നമ്മൾക്ക് എന്തൊക്കെയാണ് ഹീൽ ചെയ്യാനുള്ളത്, എന്തൊക്കെ ട്രിഗേഴ്സ് ആണുള്ളത്, നമ്മളുടെ ഷേഡോസ് എന്തൊക്കെ ഹീൽ ചെയ്യാനുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് അതൊക്കെ ഹീൽ ചെയ്യുക. അതിന് ഏറ്റവും ബെസ്റ്റ് മിറർ എക്സസൈസ് ആണ്. പിന്നെ നമ്മൾക്ക് ഈ അഫർമേഷൻ പറയാം, ഐ ആം ഹോൾ, കംപ്ലീറ്റ് ആൻഡ് ഡിവൈൻലി ഗൈഡഡ്. ഈ അഫർമേഷൻ നമുക്ക് പറയാം കേട്ടോ എല്ലാ ദിവസവും. ഐ ആം ഹോൾ, കംപ്ലീറ്റ് ആൻഡ് ഡിവൈൻലി ഗൈഡഡ്. പിന്നെ ഈ സമയത്ത് നമുക്ക് 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യാം. ഓരോ ചക്രയിൽ ഉള്ള ബ്ലോക്കേജസ് ഹീൽ ചെയ്യാൻ അത് നന്നായിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ കുറേ ബെറ്റർ ആവും. പിന്നെ DF ബാലൻസിങ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നർ ബാലൻസ് വരാൻ സഹായിക്കും അത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ജേണൽ യുവർ എക്സ്പീരിയൻസസ്. നമ്മളുടെ എക്സ്പീരിയൻസസൊക്കെ ജേണൽ ചെയ്യാം. എന്നുവെച്ചാൽ സ്പിരിച്വൽ മെസ്സേജസ്, പിന്നെ പാറ്റേൺസ്, ഇതൊക്കെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ സഹായിക്കും നമ്മൾ ജേണൽ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ഡിവൈൻ ടൈമിങ്ങിൽ ട്രസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇപ്പം തന്നെ നമ്മൾക്ക് യൂണിയൻ ആകണം. യൂണിയനിൽ മാത്രം നമ്മൾ ഒബ്സസ് ചെയ്ത് യൂണിയനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കരുത്. നമ്മൾ ഡിവൈൻ ടൈമിൽ ട്രസ്റ്റ് ചെയ്യണം. ഇത് ഒരു ഡിവൈൻ ഗൈഡഡ് ജേണിയാണ്. ഡിവൈനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, നമ്മളല്ല. നമ്മളത് ഡയറക്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലേഗാവുന്ന മാത്രമല്ല, നമുക്ക് ട്രിഗേഴ്സ് കിട്ടുള്ളൂ കൂടുതൽ. നമ്മളൊരിക്കലും ജേണീനെ ഗൈഡ് ചെയ്യാനോ ഡയറക്റ്റ് ചെയ്യാനോ പോകരുത്. അത് ഡിവൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട അഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടുഗദർ വി റൈസ് ഇൻ ലവ് ആൻഡ് ലൈറ്റ് ടു സെർവ് ദ ഡിവൈൻ പ്ലാൻ. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അഫർമേഷൻസ് എല്ലാം. പിന്നെ നെക്സ്റ്റ് റെസ്പോണ്ട് ചെയ്യണം നമ്മൾ. പക്ഷേ നമ്മൾ റിയാക്ട് ചെയ്യരുത്. കാർമിക്സൊക്കെ നമ്മൾ ട്രിഗർ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. അതാണ് നമ്മളുടെ ലെസൺ. അതായത് നമ്മൾ മുന്നൊക്കെ കാർമിക്സൊക്കെ നമ്മളെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് നമ്മളതൊക്കെ സഹിച്ച് നിൽക്കായിരിക്കും, നമ്മൾ റെസ്പോണ്ട് ചെയ്യാതെ നിൽക്കായിരിക്കും. അപ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, പക്ഷേ റിയാക്ട് ചെയ്യരുത്. ഓക്കെ, അതായത് നമ്മളുടെ സൈഡ് നമ്മൾ തുറന്ന് പറയണം. കാരണം നമ്മളുടെ സോള് ഡിവൈൻ സോളാണ്. അപ്പം നമ്മളുടെ ഡിവൈൻ സോള് അവിടെ സാക്രിഫൈസ് ചെയ്യാണ്. നമ്മൾ പീഡിപ്പിക്കാനിട്ട് കൊടുക്കുക, കാർമിക്സിന് പീഡിപ്പിക്കാനിട്ട് കൊടുക്കുമ്പം നമ്മൾ സാക്രിഫൈസ് ചെയ്യാണ് അവിടെ നമ്മളുടെ സോള്. അപ്പോൾ അതങ്ങനെ വരുമ്പോഴാണ് അവിടെ സെൽഫ് ലവ് ഇല്ലാതായിത്തീരുന്നത്. നമ്മൾ സെൽഫ് ലവോട് കൂടിയിട്ട് റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ ഇന്നർ വർക്ക് ചെയ്യണം. ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നർ വർക്ക് ചെയ്യുന്നത് DMനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആവരുത്. അതായത് DMനെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യരുത്. ഇന്നർ വർക്ക് ചെയ്യുന്നത് ഡിവൈനെ ടാർഗറ്റ് ചെയ്തിട്ടാവണം. അതായത് ഡിവൈൻ അസെൻഷന് വേണ്ടിയിട്ട് ഫോർഗീവ്നെസ് ചെയ്യുക. കൂടുതൽ ഫോർഗീവ്നെസ് ആണ് വേണ്ടി വരാം ഇന്നർ വർക്ക് ചെയ്യേണ്ടത്. പിന്നെ സെൽഫ് ലവ് ചെയ്യുക, ഹീലിംഗ് ചെയ്യുക. ഓക്കെ, ഈ 3 തരത്തിലാണ് ഇന്നർ വർക്ക് വരുന്നത്. പിന്നെ നമ്മൾ തീരെ ഒബ്സസ് ആവരുത്.
അത് DM ഒബ്സസ് ആവരുത് നമ്മൾ. പിന്നെ സയൻസ്, ടാരറ്റ്, അതുപോലെ സോഷ്യൽ മീഡിയ, ഇതിലൊന്നും നമ്മൾ ഒബ്സസ് ആവരുത്. ആ സമയത്ത് അഫർമേഷൻ നമ്മൾ കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞ ഐ ആം ഹോൾ, കംപ്ലീറ്റ് ആൻഡ് ഡിവൈൻ ഗൈഡഡ്, ഈ ഒരു അഫർമേഷനാണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ DMനായിട്ട് കമ്മ്യൂണിക്കേഷൻ ഫോഴ്സ് ചെയ്യരുത്, പിന്നെ യൂണിയന് ഫോഴ്സ് ചെയ്യരുത്. ഓക്കെ, അപ്പം അഫർമേഷൻ നമ്മൾ ചെയ്യേണ്ടത് ദ യൂണിയൻ ഐ സീക്ക് ഈസ് ഓൾറെഡി വിത്തിൻ മീ. ദ യൂണിയൻ ഐ സീക്ക് ഈസ് ഓൾറെഡി വിത്തിൻ മീ. ഈ അഫർമേഷനാണ് നമ്മൾ ആ സമയത്ത് പറയേണ്ടത്. ഓക്കെ, താങ്ക് യു.